നിങ്ങൾ പേപ്പറിൽ എഴുതി വെക്കുന്ന കാര്യങ്ങൾ അതേപടി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ തുടങ്ങിയാൽ എങ്ങനെയിരിക്കും? പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ രസകരമായ, അതേസമയം നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇന്ന് നിങ്ങളെ എല്ലാവരെയും സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പേര് മാനിഫെസ്റ്റേഷൻ ലിസ്റ്റ് 101. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഒരു ലിസ്റ്റ് എങ്ങനെ തയ്യാറാക്കാം, അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത്. പലരും ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ച് പല രീതിയിലാണ് പറയാറുള്ളത്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നതും എൻ്റെ ജീവിതത്തിൽ വർക്കൗട്ട് ആയതുമായ കുറച്ച് സീക്രട്ടുകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഡയറിയിൽ എഴുതി വെക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ്, ജേണലിംഗ്, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരുതരം ബ്രെയിൻ സ്റ്റോമിംഗ് തന്നെയാണ്. എന്താണ് ഈ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് അറിയാവോ? സിമ്പിളായി പറയുകയാണെങ്കിൽ നമ്മുടെ ഇമാജിനേഷൻ്റെ ലോകത്തേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നു. നിങ്ങൾ ശാന്തമായിട്ട് ഒരിടത്തിരുന്ന് ഒരു പേനയും പേപ്പറും എടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്ന ആ നിമിഷം, അവിടെയാണ് മാജിക് തുടങ്ങുന്നത്. നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള ആ ചിന്തകളെ തൊട്ടുണർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഒരു പേനയും പേപ്പറും എടുത്ത് എഴുതാതിരിക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന എല്ലാ ഐഡിയാസും അങ്ങനെ ഒഴുകി വരാൻ അനുവദിക്കണം. പേപ്പറിൻ്റെ മുകളിൽ എനിക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ 101 ഗോൾസ്, അങ്ങനെ വേണമെങ്കിൽ എഴുതാം. എന്നിട്ട് ഒന്നും മടിക്കാതെ നിങ്ങളുടെ മനസ്സിലുള്ളത് മുഴുവൻ അങ്ങോട്ട് എഴുതി നിറയ്ക്കാം. നിങ്ങൾക്ക് ഇതിനൊരു കൃത്യമായ സ്ട്രക്ചർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനുള്ളൊരു വഴിയും കൂടി പറഞ്ഞുതരാം. എന്നാൽ ഒരു ലിമിറ്റും ഇല്ലാതെ നിങ്ങൾ ഫ്രീ ആയി എഴുതാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെക്കുറിച്ചും എഴുതാം. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ എങ്ങനെയുള്ളതായിരിക്കണം, നിങ്ങളുടെ ഫാമിലിയുമായിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഉള്ള ബന്ധം എങ്ങനെയുള്ളതായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം, നിലവിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, ഇതെല്ലാം നിങ്ങൾക്ക് എഴുതാം. അതുപോലെ തന്നെ നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ, നിങ്ങളുടെ ഒരു ഐഡിയൽ ഡേ എങ്ങനെയായിരിക്കണം, ഇങ്ങനെ എല്ലാം നിങ്ങൾക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്ത് എഴുതാവുന്നതാണ്. അതായത് ഏറ്റവും മികച്ചത് മാത്രം ചിന്തിച്ചെഴുതുന്ന രീതിയാണിത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അയ്യോ, എനിക്കിത് നേടാൻ പറ്റുമോ, ഇതിനൊക്കെ പൈസ എവിടെ, എനിക്കതിനുള്ള കഴിവുണ്ടോ, ഇങ്ങനെയുള്ളൊരു നെഗറ്റീവ് ചിന്തകളും ആ സമയത്ത് മനസ്സിലേക്ക് വരാൻ സമ്മതിക്കരുത്. കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്രയും മനോഹരമായി നടക്കാനുള്ള പോസിറ്റീവ് സാധ്യതകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. കാരണം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആദ്യം അത് കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഒരിക്കലും സംഭവിക്കില്ല. നിങ്ങൾ ആദ്യം ചിന്തിക്കാത്ത ഒരു കാര്യവും നിങ്ങൾക്ക് സ്വന്തമാക്കാനും കഴിയില്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് യൂണിവേഴ്സൽ ലോ ആണ്, അതായത് പ്രപഞ്ച നിയമമാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആവർത്തിച്ച് കാണുന്ന ഏത് ഐഡിയയും പ്രപഞ്ചം വളരെ കൃത്യമായി നിങ്ങളുടെ ഫിസിക്കൽ ലൈഫിലേക്ക് എത്തിച്ചേരും. അപ്പോൾ നമ്മളിപ്പോൾ ഈ തയ്യാറാക്കുന്ന ലിസ്റ്റ് ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ ഒന്നാമത്തെ വിത്ത്. നിങ്ങളത് ചിന്തിച്ചെഴുതുന്ന ആ നിമിഷത്തിൽ തന്നെ നിങ്ങൾ ആ മാനിഫെസ്റ്റേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ അതിൽ ഉറച്ചു നിൽക്കുന്നു, ഇമോഷണലി നമ്മൾ അതിനോട് കണക്റ്റ് ആകുന്നു, അതിനുവേണ്ടി ആക്ഷൻ എടുക്കുന്നു. പിന്നീട് അങ്ങോട്ട് ആ മാനിഫെസ്റ്റേഷൻ സ്പീഡിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പണ്ട് ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിന് പോയ സമയത്ത് 2018 അവിടെയുള്ള മെൻറ്റർ ഞങ്ങളെ കൊണ്ട് ആദ്യം ചെയ്യിപ്പിച്ച കാര്യം എന്താണെന്നറിയോ? അദ്ദേഹം എല്ലാവർക്കും ഓരോ പേപ്പറും പേനയും തന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ യുക്തിയും ബുദ്ധിയും ഒക്കെ ഒന്ന് തൽക്കാലം മാറ്റിവെക്കുക, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്ര പണമുണ്ടെന്നോ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്നോ ഒന്നും ആലോചിക്കരുത്. ഈ ലോകത്ത് നിങ്ങൾക്ക് അസാധ്യമായി ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണം അത് ഭയമില്ലാതെ ഈ പേപ്പറിൽ എഴുതുക എന്ന്. ഈ ലിസ്റ്റിനെ നമുക്ക് ഗോൾ ലിസ്റ്റ് എന്ന് പറയാം. നമ്മൾ എവിടെ എത്തണം, എന്തൊക്കെ നേടണം എന്ന് അത് നമുക്ക് കാണിച്ചു തരും. എന്നാൽ ആ ലക്ഷറി ലൈഫ് നമ്മുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ളൊരു വ്യക്തിയായിട്ട് മാറണം. ആ മാറ്റം നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാകേണ്ടത്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരും ഒന്നും പറഞ്ഞു തരുന്ന കാര്യമല്ല കേട്ടോ. നിങ്ങൾ ആ ലിസ്റ്റൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഒരു നിമിഷം മാറി നിന്ന് നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കണം, ഇതൊക്കെ നേടിയെടുക്കാൻ ഞാൻ ഏത് തരത്തിലുള്ള വ്യക്തിയായിട്ട് മാറണം.
കാരണം ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തതിന് കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ ഐഡന്റിറ്റി അല്ലേ? അതെ, നിങ്ങളുടെ അർഹതയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്നിവയാണ്. ആ ഉയർന്ന ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വൈബ്രേഷൻ മാറ്റേണ്ടതായിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ഐഡൻറ്റിറ്റിയുടെ പിന്നിൽ ഒരു ഇമോഷൻ ഉണ്ട്, ഒരു ഫീലിംഗ് ഉണ്ട്. നിങ്ങളിന്ന് ജീവിക്കുന്ന സാഹചര്യം, നിങ്ങളുടെ കയ്യിലുള്ള പണം, റിലേഷൻഷിപ്പുകൾ എന്നിവയെല്ലാം നിങ്ങളുടെ ഇപ്പോഴത്തെ വൈബ്രേഷൻ അനുസരിച്ചാണ് ഇരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് അതിലും ഉയരത്തിലെത്തണമെങ്കിൽ നിങ്ങൾ ആ ഉയർന്ന വൈബ്രേഷനിലേക്ക് മാറണം. അതിന് നിങ്ങൾ ഉള്ളിലേക്ക് നോക്കാൻ തയ്യാറാകണം. നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ആ ഒരു വേഷൻ ഉണ്ട്. അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തെടുത്താൽ മാത്രം മതി. ഇതിനൊരു നല്ല എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ചില ആളുകൾ അവരുടെ ലിസ്റ്റിൽ എഴുതാറുണ്ട്, ആയിരക്കണക്കിന് ആളുകളുള്ള ഒരു വലിയ സ്റ്റേജിൽ കയറി മൈക്കിന് മുന്നിൽ നിന്ന് സംസാരിക്കണമെന്ന്. എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ആ സ്റ്റേജിൽ നിൽക്കാൻ നിങ്ങൾ ഏത് രീതിയിലുള്ള ഒരു വ്യക്തിയായിട്ട് മാറണം? ആദ്യം എന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റാത്തത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു പേടി ഉണ്ടാവും. ഞാൻ അതിന് യോഗ്യനാണോ? എൻ്റെ കയ്യിൽ അത്രയും അറിവുണ്ടോ? ആളുകൾ എന്നെ അംഗീകരിക്കുമോ? എന്നൊക്കെയുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് ആയിരിക്കും. അപ്പോൾ ആയിരക്കണക്കിന് പേരുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. താൻ പറയുന്ന വാക്കുകൾ പവർഫുൾ ആണെന്ന് അയാൾ വിശ്വസിക്കണം. ആ ഒരു പോസിറ്റീവ് എനർജി ഉള്ള ആളായിട്ട് നമ്മൾ മാറണം. അതുപോലെ തന്നെ ചിലർക്ക് ഈ ലിസ്റ്റ് എഴുതുന്ന സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിലെ ഓരോ ഏരിയ തിരിച്ചെഴുതാവുന്നതാണ്. ഒന്നാമതായിട്ട് റിലേഷൻഷിപ്പുകൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ അമ്മയുമായിട്ടുള്ള ബന്ധം വളരെ മനോഹരമാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു, ഒരുമിച്ച് സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ എഴുതാം. ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. കുട്ടികളുള്ളവരാണെങ്കിൽ മക്കൾ നല്ല രീതിയിൽ സംസാരിക്കുന്നു, അനുസരിക്കുന്നു എന്നൊക്കെ എഴുതാം. രണ്ടാമതായി ബിസിനസ് അല്ലെങ്കിൽ കരിയർ ആണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യാനാണോ ഇഷ്ടം? അതെഴുതാം. വീട്ടിലിരുന്ന് ജോലി ചെയ്യാനാണോ ഇഷ്ടം? അങ്ങനെ എഴുതാം. അതോ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ജോലി ചെയ്യണോ? നിങ്ങൾക്ക് കരിയർ എന്താണ് വേണ്ടത്? അതെഴുതാം. ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. മൂന്നാമത്തേത് പണത്തെക്കുറിച്ചാണെങ്കിൽ പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവം എങ്ങനെയായിരിക്കണം? എനിക്ക് പണം ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്, എൻ്റെ ബാങ്ക് അക്കൗണ്ട് ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് മാസം 5 ലക്ഷം രൂപ ഇൻകം വരുന്നുണ്ട് എന്നൊക്കെ ക്രിയേറ്റീവ് തരത്തിലിരുന്ന് നിങ്ങൾ എഴുതുക. നാലാമതായിട്ട് സ്വന്തം വ്യക്തിത്വത്തെക്കുറിച്ചാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു അതൊക്കെ എഴുതാം. ഞാൻ എപ്പോഴും ഹാപ്പിയാണ്, ഇൻഡിപെൻഡൻ്റ് ആണ്, കൃത്യമായി ഡിസിപ്ലിൻ ഉള്ള ആളാണ് എന്നൊക്കെ എഴുതാം. അഞ്ചാമതായി ഹെൽത്ത്, ആരോഗ്യം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലേ. നിങ്ങൾ ഏറ്റവും ഹെൽത്തി ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കും അതെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ഇനി ഈ ലിസ്റ്റ് എഴുതുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കണം. എഴുതുന്ന കാര്യങ്ങളെല്ലാം പ്രസന്റ് ടെൻസിൽ ആയിരിക്കണം എഴുതേണ്ടത്. അതായത് ഞാൻ ഭാവിയിൽ ഹെൽത്തി ആകുമെന്നല്ല എഴുതേണ്ടത്, പകരം ഞാനിപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് വേണം എഴുതാൻ. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രസന്റ് ടെൻസിലുള്ള കാര്യങ്ങളെ മാത്രമേ സത്യമായിട്ട് വിശ്വസിക്കുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ലോകത്ത് എന്തും സാധ്യമാണെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചാൽ നിങ്ങൾ എങ്ങനെ പെരുമാറും? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അതാണ് ഇവിടെ എഴുതേണ്ടത്. കാരണം നമ്മളെക്കുറിച്ച് വലിയ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ നമ്മുടെ ലൈഫ് മാറുള്ളൂ. ഇനി ആ ലിസ്റ്റ് എഴുതി വെറുതെ ഒരു മൂലക്കിട്ടാൽ പോരാട്ടോ. അതിനെക്കുറിച്ച് എന്നും സ്വപ്നം കാണണം. ആ ലൈഫ് എങ്ങനെ ആയിരിക്കണം, നമ്മുടെ ഫാമിലി എങ്ങനെ ആയിരിക്കണം, അതൊക്കെ നിങ്ങൾ ഫീൽ ചെയ്യണം. എൻ്റെ സ്വന്തം ജീവിതത്തിൽ നിന്നും എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും കഴിഞ്ഞ കാല പരാജയങ്ങളെ നോക്കിയാണ് നമ്മുടെ ഭാവിയെ അളക്കാറുള്ളത്. എനിക്ക് പണ്ടത് പറ്റിയില്ല, അതുകൊണ്ട് ഇനി അത് നടക്കില്ല എന്ന് നമ്മൾ അങ്ങ് വിചാരിക്കും. അതിന് പകരം ആ പരാജയങ്ങളെല്ലാം മറികടന്ന് വലിയ സ്വപ്നങ്ങൾ കാണാൻ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് അനുവദിക്കൂ. അതിനായി നിങ്ങൾ കൂടുതൽ സ്ട്രെസ് എടുക്കുകയോ അമിതമായി കഷ്ടപ്പെടുകയോ ചെയ്യേണ്ടതൊന്നുമില്ല. മറിച്ച് നിങ്ങളുടെ ചിന്തകളെ ഒന്ന് വിശാലമാക്കുക മാത്രം ചെയ്യൂ. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ലക്ഷറി കാര്യങ്ങളൊന്നും താല്പര്യം ഉണ്ടായിരിക്കില്ല. അങ്ങനെയെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ചാരിറ്റി കാര്യങ്ങളുണ്ടല്ലോ. അതുപോലെ തന്നെ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വീട് വാങ്ങി നൽകുക, കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫണ്ട് നേരത്തെ സേവ് ചെയ്ത് വെക്കുക, എപ്പോഴും ഹാപ്പി ആയിരിക്കുക. ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം.
നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്താണോ കാണുന്നത് അത് മാത്രമേ നിങ്ങൾക്ക് നേടാൻ കഴിയൂ. നമ്മൾ മറ്റുള്ളവരെ നോക്കി അവർ സക്സസ്ഫുൾ ആകുമെന്ന് പറയാറുണ്ട്, എന്നാൽ നമ്മളെക്കുറിച്ച് നമ്മൾ അങ്ങനെ ചിന്തിക്കാറില്ല. എന്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാത്തിനും യോഗ്യതയുണ്ടെന്ന് ചിന്തിക്കാത്തേ? ഒട്ടും ഭയമില്ലാതെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പുറകെ പോകാൻ നിങ്ങൾ തയ്യാറാവണം. നമ്മൾ നമ്മളെ തന്നെ ചെറുതായി കാണുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. അതുകൊണ്ട് ഈ മാനിഫെസ്റ്റേഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്കുള്ള ഒന്നാമത്തെ ചുവടുവെപ്പാണ്. നിങ്ങൾ എഴുതുന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആകുമെന്ന ഉറച്ച വിശ്വാസത്തോടെ വേണം എഴുതാൻ. ഇതിനെ നമ്മുടെ ഗ്രോസറി ഷോപ്പിംഗ് ലിസ്റ്റ് പോലെ കാണുക. നമ്മൾ കടയിൽ പോകുന്നതിന് മുൻപ് ലിസ്റ്റ് എഴുതാറില്ലേ? പാല് വേണം, അരി വേണം, ബ്രെഡ് വേണം എന്നൊക്കെ. നമ്മൾ അത് എഴുതി കഴിഞ്ഞാൽ നേരെ കടയിലേക്ക് പോയത് വാങ്ങും. അതിൽ യാതൊരുവിധ സ്ട്രെസ്സും നമുക്ക് ഉണ്ടാകാറുമില്ല. അതുപോലെ വളരെ ലൈറ്റായിട്ട് ഈസി ആയിട്ട് മാനിഫെസ്റ്റേഷനെയും അതുപോലെ തന്നെ കാണുക. ചിലർക്ക് ലക്ഷ്യം അല്ലെങ്കിൽ ഗോൾ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരുതരം പ്രഷർ വരും. ഞാൻ ഈ ഗോള് സെറ്റ് ചെയ്തിട്ട് അത് നേടിയില്ലെങ്കിൽ ഞാനൊരു പരാജയപ്പെടുമോ എന്ന ഭയം വരും ചിലർക്ക്. അങ്ങനെയാണെങ്കിൽ അതിനെ ഗോൾ എന്ന് വിളിക്കണ്ട. എനിക്ക് അനുഭവിക്കാൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ മാനിഫെസ്റ്റേഷൻ ലിസ്റ്റ് എന്ന് വിളിച്ചോളൂ. സമയത്തെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കാൻ വേണ്ട. ഈ ജീവിത കാലയളവിൽ തന്നെ നിങ്ങളുടെ എല്ലാ മാനിഫെസ്റ്റേഷനുകളും സത്യമായിട്ട് വരും എന്ന ആഴത്തിലുള്ള വിശ്വാസം മാത്രം ഉള്ളിൽ സൂക്ഷിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ ലിസ്റ്റ് തയ്യാറാക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഒരു കുട്ടിയെ പോലെ ഫ്രീ ആയിട്ട് സ്വപ്നം കാണാൻ തുടങ്ങും. 101 മാനിഫെസ്റ്റേഷൻ ലിസ്റ്റ് തയ്യാറാക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. പിന്നെ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്